ഓണക്കാലം എന്ന് പറയുന്നത് മലയാളികൾക്ക് സമൃദ്ധിയുടെയും അതുപോലെ തന്നെ ആഘോഷത്തിൻ്റെയും ഒരു വേളയാണ്. എന്നാൽ അതിനു മുന്നേ മലയാളികളുടെ പോക്കറ്റ് കീറുമോ എന്നൊരു ചോദ്യം ഇപ്പം നിലനിൽക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ പല വ്യഞ്ജനങ്ങളുടെയും അതുപോലെ തന്നെ പച്ചക്കറികളുടെയും വില ഈയിടെ വർദ്ധിച്ചു വരികയാണ്. അത് സാധാരണക്കാർക്കും അതുപോലെ തന്നെ കച്ചവടം ചെയ്യുന്ന ആളുകൾക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതിനെപ്പറ്റി അവരെടുത്തുനിന്ന് തന്നെ നമുക്ക് വിവരങ്ങൾ ചോദിച്ചറിയാം. ഓണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പച്ചക്കറി, പലവ്യഞ്ജനങ്ങൾ, മത്സ്യം, മുട്ട തുടങ്ങിയ അവശ്യ സാധനങ്ങളുടെ വില കുതിച്ചുയരുന്നത് സാധാരണക്കാർക്കും വ്യാപാരികൾക്കും ഒരുപോലെ വൻ ഭീഷണിയാകുന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങളും കാലാവസ്ഥാ വ്യതിയാനവും ഉൽപാദനക്കുറവുമാണ് വിപണിയിലെ ഈ വിലക്കയറ്റത്തിന് പ്രധാന കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കുന്നത്. ഓരോ ദിവസം കൂടുമ്പോഴും പച്ചക്കറിയിൽ ഓരോന്നിന്റെയും വില കൂടി കൂടി വരികയാണ്. അപ്പൊ ഇന്ന് ഏതൊക്കെ പച്ചക്കറി ഇനങ്ങളാണ് വില കൂടിയത്? ഇന്ന് കൂടുതലും വില കൂടിയ സാധനം ക്യാരറ്റ്. ക്യാരറ്റ് 100 രൂപന്റെ പുറത്ത് ചാടിക്കും. അത് വില കൂടാൻ ഉൽപ്പാദനം നമ്മുടെ നാട്ടിൽ സാധനമൊന്നുമില്ല, പുറത്തുനിന്ന് വരുമ്പോൾ അതിന് വില കൂടുകയാണ്. പിന്നെ വേറെ സാധനം കോവക്ക അറിയുന്ന സാധനവും കൂടുതൽ നല്ല വിലയിലാണ്. ഇവിടെ ഇല്ല, നമ്മുടെ നാട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ വില കൂടിയിട്ടുണ്ട്. പുറത്തുനിന്ന് വരുമ്പോൾ അതിന് നല്ല വില. കൈപ്പയ്ക്കും വില കൂടിയെന്ന് പറയുന്നുണ്ട്. കൈപ്പക്ക വില കൂടുതൽ തന്നെയാണ്. കൈപ്പക്ക ഇപ്പോൾ 80-85 അടുത്തായിക്കണു. കഴിഞ്ഞ ദിവസങ്ങളിൽ ബീട്രൂട്ട്, ക്യാരറ്റ് എന്നിവയ്ക്കും വില കൂടിയിട്ടുണ്ട്. ഇന്നിപ്പോൾ വില കുറയാണോ ചെയ്തത്? ബീട്രൂട്ട് വില കമ്മിയായി വരിക ചെയ്തിരിക്കണ്. എന്നാലും 50 റുപ്യേൻ്റെ അടുത്ത് സാധനം ഉണ്ട്. പക്ഷെ നമുക്ക് നിത്യവും ആവശ്യമുള്ളതാണ് ഈ സവാള അല്ലെങ്കിൽ ഉള്ളി, തക്കാളി എന്നിവയ്ക്കൊക്കെ ഇപ്പോൾ കമ്പാരിറ്റീവ്ലി വില കുറവാണോ? അതിപ്പോൾ കുറച്ച് കമ്മിയാണ്. 40 റുപ്യേൻ്റെ അടുത്തല്ലേ ഉള്ളൂ ഇപ്പോൾ വലിയ ഉള്ളി വില. തക്കാളിക്ക് നന്നായി വില കുറഞ്ഞു എന്ന് പറയുന്നുണ്ട്. തക്കാളി ഇപ്പോൾ കൂടുതൽ വരവ് തുടങ്ങി. ഇപ്പോൾ കുറച്ചൊക്കെ നമ്മളെ നാട്ടിൽ, തമിഴ്നാട്ടിൽ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അതിൻ്റെ വില കമ്മിയായി വരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത സാധനമാണ് വില കൂടി വരുന്നത്. പച്ചക്കറി വിപണിയിലും വൻ വിലക്കയറ്റമാണ് കാണാൻ സാധിക്കുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ 10 രൂപ മുതൽ 20 രൂപ വരെയാണ് വില കൂടിയത്. ക്യാരറ്റ് കിലോയ്ക്ക് 100 രൂപയുടെ അടുത്തെത്തി. കോവയ്ക്ക, കൈപ്പയ്ക്ക, വെളുത്തുള്ളി, ഇഞ്ചി, വഴുതന എന്നിവയ്ക്കാണ് ഇന്ന് വില കൂടിയത്. വെളുത്തുള്ളിക്കും ഇഞ്ചിക്കും കിലോയ്ക്ക് 200 രൂപ കടന്നു. ഈ സാധാരണക്കാരെ ഇത്തരം വിലക്കയറ്റം എങ്ങനെയാണ് ബാധിക്കുന്നത്? സാധാരണക്കാരനെ പാവപ്പെട്ടവൻ നിശ്ചിത വരുമാനക്കാരനാണ്. അവൻ രാവിലെ ഇന്നലത്തെ വില പ്രതീക്ഷിച്ചിട്ട് അവൻ കടയിലേക്ക് വരിക. അപ്പം ഇന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി വരവും. അവന് ജോലി സ്ഥലത്ത് നിന്ന് നമുക്ക് ഇരട്ടി കൂലി വേണമെന്നിട്ട് വാങ്ങാൻ പറ്റില്ലല്ലോ. ഇതിനിപ്പോൾ ആരാ ഉത്തരവാദി? സർക്കാർ ഒരു പരിധി വരെ നിയന്ത്രിക്കേണ്ടതാണെന്നാണ് നമ്മുടെ അഭിപ്രായം. അപ്പോൾ ഓണത്തിന്റെ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അത് നമുക്കൊരു ഭീഷണിയാവും. മലയാളി ഒന്നും അധ്വാനിച്ചുണ്ടാക്കുന്നില്ലല്ലോ, ഒക്കെ തമിഴ്നാട്ടിൽ നിന്ന് വരണ്ടേ. അപ്പോൾ പെട്രോളിന് വിലക്കയറ്റം, ഹോർമസ് കടലെടുക്കലെ പ്രതിസന്ധി, എണ്ണ വരേണ്ടത്. അപ്പോൾ ഇവിടെ സാധാരണ എങ്ങനെ നോക്കിയാലും വിലക്കയറ്റം ഉണ്ടാവുള്ളൂ. എണ്ണ പ്രതിസന്ധി കാരണമാണ് മിക്ക സാധനങ്ങൾക്കും വില കയറുന്നത്. നമ്മളിപ്പോൾ ഇവിടെ താഴെ തട്ടിലുള്ളവർ വിചാരിച്ചാൽ പെട്ടെന്നൊരു മാർഗ്ഗമില്ല. അപ്പോൾ അതിന് സഹിക്കല്ലാതെ ഒരു ഭാഗം. എന്നാൽ തക്കാളി, ഉള്ളി, ബീട്രൂട്ട് എന്നിവയ്ക്ക് വില കുറഞ്ഞു. പല വ്യഞ്ജനങ്ങളിൽ അരിയുടെ വിലയും വൻ കുതിപ്പാണ്. മട്ട, പൊന്നി, ജയ, ചെമ്പ, പച്ചരി എന്നീ അരികൾക്ക് 50 രൂപയിൽ നിന്ന് 69 രൂപയിലേക്ക് എത്തി. ഈ രീതിയിൽ വിലക്കയറ്റം മുന്നോട്ട് പോയാൽ സാധാരണക്കാരെ അത് ദുരിതത്തിൽ ആഴ്ത്തുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നു. ഇപ്പൊ നമ്മൾ കച്ചവടക്കാരിൽ നിന്നും അതുപോലെ തന്നെ സാധാരണ വാങ്ങിക്കുന്ന ഉപഭോക്താക്കളിൽ നിന്നും മനസ്സിലാക്കിയത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് വളരെ കുറവാണ്. അതാണ് ഇത്തരത്തിൽ എല്ലാ ഇനങ്ങൾക്കും വില കൂടാനുള്ള ഒരു പ്രധാന കാരണം. ഇങ്ങനെയാണെങ്കിൽ ഇനി വരുന്ന നമ്മുടെ ഓണത്തിനും ഇതേ അവസ്ഥയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു ഭീഷണിയായി മാറുകയാണ് ചെയ്യുന്നത്. ക്യാമറ പേഴ്സൺ ശരത് കുമാറിനൊപ്പം അനുഷേവി. ഒന്നും അകലെയല്ല. ചില സ്വപ്നങ്ങൾ വൈകിയേക്കാം, പക്ഷേ അസാധ്യമല്ല. പുതിയൊരു തുടക്കം കരുതലോടെ. അത്യാധുനിക സാങ്കേതിക വിദ്യയും പ്രതീക്ഷയും വലിയ സ്വപ്നങ്ങളെ സാധ്യമാക്കും. ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞു വലിയ സ്വപ്നത്തിനായി.